എല്ലാ മാന്യ സ്നേഹിതർക്കും സ്നേഹവന്ദനങ്ങൾ. നമ്മുടെ കൊച്ചു കേരളം ഈ അടുത്ത നാളുകളായി മതപരമായ പല വിഷയങ്ങളിലും വല്ലാതെ പ്രതിസന്ധിയിലാവുകയാണ്. അത് ഏറ്റവും കൂടുതൽ പ്രശ്നത്തിലേക്ക് സമൂഹത്തെ കൊണ്ടുപോകുന്നത് ഇസ്ലാമിക മതവിശ്വാസം തന്നെയാണ് എന്നതിൽ സംശയം വേണ്ട. ലോകത്തെമ്പാടും ഈ മതം വരുത്തി വെക്കുന്ന വിപത്ത് വല്ലാത്തത് തന്നെയാണ് എന്ന് നമുക്കിന്ന് സമൂഹം ശ്രദ്ധിച്ചാൽ തീർച്ചയായും മനസ്സിലാകും. കഴിഞ്ഞ ദിവസം പള്ളുരുത്തി സ്കൂളിൽ ഒരു കുട്ടിക്ക് ഹിജാബ് ധരിച്ചേ തീരൂ എന്ന നിർബന്ധവും തൽഫലമായി 2 ദിവസം സ്കൂള് അടച്ചിടേണ്ടി വന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ ഈ സംസാരിക്കുവാൻ നിർബന്ധിതനായത്. നമുക്കറിയാം, എല്ലാ മതങ്ങളും വളരുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന മതങ്ങളാണ്. അവകൾക്ക് തെറ്റുമില്ല. ഭാരതത്തിന്റെ മണ്ണിൽ എല്ലാവർക്കും അവർക്കിഷ്ടമുള്ള ആശയത്തിൽ വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്നുമുണ്ട്. ഭരണഘടന എല്ലാവർക്കും സ്വാതന്ത്ര്യം നൽകുന്നു എന്ന് പറഞ്ഞ് അത് മറ്റുള്ളവനെ ഉപദ്രവിക്കുന്ന തരത്തിലാകാൻ പാടില്ല എന്ന നിർദ്ദേശവുമുണ്ട്. ഇതൊന്നും പാലിക്കപ്പെടാതെ ഞങ്ങളുടെ നിയമം ഇതാണ് എന്ന് പറഞ്ഞ് സ്വന്തം നിയമങ്ങൾ, ശരിയ പോലുള്ള നിയമങ്ങൾ സമൂഹത്തിൽ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിനെ വെച്ച് പൊറപ്പിക്കുന്നത് അപകടകരമാണ്. നമുക്കറിയാം, എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഒരു 30 കൊല്ലങ്ങൾക്ക് പുറകിൽ ഇവിടെ ക്രൈസ്തവനെന്നോ ഹിന്ദുവെന്നോ ഇസ്ലാം എന്നോ യാതൊരു വേർതിരിവും ഇല്ലാതെയായിരുന്നു സമൂഹത്തിൽ നമ്മൾ എല്ലാവരും ജീവിച്ചിരുന്നത്. എന്നാൽ കാലം ഇങ്ങോട്ട് മാറുമ്പോൾ വസ്ത്രം കൊണ്ട് വ്യത്യാസം വരുത്തുന്ന തരത്തിൽ ഇസ്ലാമിക മതം തന്നെ വളരെ ഒരു വേർപെടുത്തപ്പെട്ട നിലയിലേക്ക് വളരുന്നത് നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും. അത് അപകടകരമായ ഒരു മുന്നേറ്റമാണ്. രാഷ്ട്രീയത്തിൽ ഇവരുടെ സ്വാധീനം എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഉണ്ട്. അവിടെയെല്ലാം ഇവർ വളരെ സംയമനം പാലിച്ചാണ് നിൽക്കുന്നത്. അത് ഭൂരിപക്ഷത്തിലേക്ക് എത്തുന്നത് വരെ മാത്രമാണ്. നമുക്കറിയാം, അടുത്ത നിയമസഭാ ഇലക്ഷൻ കഴിഞ്ഞ് കോൺഗ്രസ് ഭരണത്തിൽ വന്നാലും കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ വന്നാലും അതിന്റെ മെയിൻ ചുക്കാൻ പിടിക്കത്തക്ക നിലയിൽ ഇസ്ലാമിക സഹോദരങ്ങൾ കയറിയിരിക്കുന്നു എന്നത് ഇവരുടെ മൈൻഡ് സെറ്റ് ഇങ്ങനെയാണെങ്കിൽ അപകടകരമായി തന്നെ പോകുമെന്നതിന് സംശയം വേണ്ട. നമ്മൾ ഇത് ലോക രാജ്യങ്ങളൊന്ന് വീക്ഷിക്കണം. ഏതൊക്കെ രാജ്യത്ത് ഈ മതത്തിന് മേൽക്കൈ ഉണ്ടായിട്ടുണ്ടോ അവിടെല്ലാം അപകടം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഇംഗ്ലണ്ട് നമ്മൾ എടുത്തു നോക്കിയാലും, ഫ്രാൻസ് എടുത്തു നോക്കിയാലും, ജർമ്മനി എടുത്തു നോക്കിയാലും, ആഫ്രിക്കൻ ഭൂഖണ്ഡം മുഴുവൻ നോക്കിയാലും, അമേരിക്കയിൽ ചിലയിടങ്ങളിൽ നോക്കിയാലും ഈ പ്രശ്നം വളരെ സങ്കീർണമാണ്. വളർന്നു കഴിഞ്ഞതിന് ശേഷമാണ് അവിടുത്തെ ഭരണാധികാരികൾ ഇതിനെ തൂത്തു വൃത്തിയാക്കാനുള്ള ശ്രമം നടത്തുന്നത്. അപ്പൊ നമ്മൾ ഇപ്പോൾ ഇതിന്റെ വളർച്ചയുടെ ഘട്ടത്തിലാണ്. ഇപ്പോൾ നമ്മൾ മിണ്ടാതിരുന്നാൽ ഇത് കൃത്യമായ ഒരു അപകടത്തിന് നമ്മൾ വളം വെക്കുന്നതാണ്. നമ്മുടെ തലമുറകൾക്ക് നമ്മൾ ഇത് കെണിവെക്കുന്നതാണ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ സമാധാനം നടിച്ചിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. കൃത്യമായ നിലപാടുകൾ നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, ഒരു സ്കൂളിൽ അവിടെ പ്രിസ്ക്രൈബ് ചെയ്ത് അവർ നിർദ്ദേശിച്ചിട്ടുള്ള കൃത്യമായ യൂണിഫോം ഉണ്ട്. ആ യൂണിഫോം ധരിച്ചേ പറ്റൂ എന്നവർ നിർബന്ധം പിടിക്കുന്നതിന് യാതൊരു തെറ്റും അവിടെയില്ല. ഹിജാബ് ധരിക്കണമെങ്കിൽ അവർ വീട്ടിൽ ധരിച്ചോട്ടെ, അതൊന്നും കുഴപ്പമില്ല. ഇപ്പോൾ സമൂഹത്തിൽ നമ്മൾ കൂടുതൽ ഇസ്ലാമിക ആൾക്കാരെ കാണുന്നത് മുഖമടക്കം മറച്ച് നടക്കുന്ന രീതിയിലാണ്. അപ്പൊ മുഴുവൻ മുഖം അടക്കം അടച്ച് കണ്ണു മാത്രം കാണിച്ചുകൊണ്ട് റോഡിൽ നടക്കുന്നത് പുരുഷനാണോ സ്ത്രീയാണോ എന്ന് പോലും നമുക്കറിയില്ല. നമ്മളറിയണം, കാറിൽ കൂൾ ഫിലിം ഒട്ടിക്കുന്നത് നിരോധിച്ചതിന് കാരണം ഇവിടെ പ്രതിസന്ധികൾ ഉണ്ടാകുന്നത് കൊണ്ടാണ്. അപ്പോൾ ഈ കൊണ്ടുപോകുന്നത് ആണാണോ പെണ്ണാണോ എന്ന് അറിയാൻ പാടില്ല, ആരുടെ ഭാര്യയാണെന്നും അറിയാൻ പാടില്ല. അപ്പോൾ ശരിക്കും സമൂഹത്തിൽ ഇറങ്ങി നടക്കുമ്പോൾ സമൂഹത്തിൽ ഒരു ക്രൈം ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത്, ഇതിനകത്തൊരു മറവില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത്, പ്രൈവസിയൊക്കെ നല്ല തന്നെയാണ്, ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം ഗവൺമെന്റിനുള്ളത് തന്നെയാണ്. അല്ലാതെ നമുക്ക് തോന്നുന്ന പോലെ എനിക്ക് തോന്നുകയാണ് മുഴുവൻ കറുത്ത തുണി മൂടി നടക്കണം, ഇതെന്റെ മതത്തിന്റെ വിശ്വാസമാണ്, അപ്പോൾ അത് സമൂഹത്തിലുള്ള ബാക്കി എല്ലാവരും കൂടി അത് അക്സെപ്റ്റ് ചെയ്തുകൊള്ളണം എന്നൊന്നുമില്ല. അതിന്റെ ആവശ്യവുമില്ല. അതുകൊണ്ട് ഞാനിവിടെ പറഞ്ഞു വരുന്ന സാരം, സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ സമൂഹത്തിൽ സകല മനുഷ്യരും ജീവിക്കേണ്ടുന്ന സ്വാതന്ത്ര്യം ഉണ്ടാകണം. ആ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു അപകടം പിടിച്ചൊരു സ്വാതന്ത്ര്യമാകാൻ പാടില്ല. വൈകായിട്ടുള്ളൊരു സൊസൈറ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ട യാതൊരു കാര്യവുമില്ല. എല്ലാവർക്കും അവനവന്റെ മതത്തിൽ, അവൻ ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാം.
അത് പ്രചരിപ്പിക്കാം, അത് പൊതു ചർച്ചയ്ക്ക് വയ്ക്കാം. പക്ഷെ ആരെയും നിർബന്ധിച്ച് മതമേൽപ്പിക്കാൻ പാടില്ല, ആരെയും ഉപദ്രവിക്കാൻ പാടില്ല, ആർക്കും നമ്മുടെ ജീവിത രീതി പോലും ഒരു ഉപദ്രവമായി മാറാൻ പാടില്ല. അത് സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുള്ളത് തന്നെയാണ്. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ കുറച്ചുകൂടി സാരമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ ഹോസ്പിറ്റലിൽ 7 മണി വരെ മാത്രമേ ആൾക്കാരെ കയറ്റത്തുള്ളൂ. 7 മണിക്ക് അവര് ഡോർ ക്ലോസ് ചെയ്യും. നല്ല കാര്യം. കൃത്യം 7 മണിക്ക് അവർ അനൗൺസ് ചെയ്യുകയാണ്, എല്ലാവരും പുറത്തു പോകണം, വിസിറ്റിംഗ് ടൈം കഴിഞ്ഞു. നല്ല കാര്യം. അത് കഴിഞ്ഞ ഉടൻ ഇവരുടെ പാട്ട് ആരംഭിക്കുകയാണ്, മതപരമായ പാട്ട് ആരംഭിക്കുകയാണ്. അതൊരു ക്രൈസ്തവ ഹോസ്പിറ്റലാണ്. മതപരമായ പാട്ട് അരമണിക്കൂറോ 1 മണിക്കൂറോ നിലനിൽക്കുമെന്നാണ് പറയുന്നത്. അതെല്ലാം മുറികളിലും കേൾക്കുകയും ചെയ്യും. അപ്പൊ ഞാനത് അവിടെ ഇരുന്ന് ഒരു അസ്വസ്ഥത പ്രകടിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ ക്രൈസ്തവരുടേതാണ് കേട്ടോ. ക്രൈസ്തവരുടെ എന്ന് പറയുന്ന ഈ ഹോസ്പിറ്റലിൽ എത്രയോ ഹിന്ദുക്കൾ വരുന്നുണ്ട്, എത്രയോ ഇസ്ലാം മത വിശ്വാസികൾ വരുന്നുണ്ട്, എത്രയോ ദൈവത്തിൽ വിശ്വാസമില്ലാത്ത ആൾക്കാർ വരുന്നുണ്ട്. അപ്പോ ആ സ്ഥാപനം എന്ന് പറയുന്നത് ഒരു പൊതു സ്വത്താണെങ്കിൽ അതിനകത്തെ സ്വകാര്യവത്കരണം അത് അപകടം തന്നെയാണ്, അത് ആശാസ്യമല്ല. അപ്പോൾ അത്തരം ഒരു സ്ഥാപനത്തിലേക്ക് ആൾക്കാർ വരുന്നത് കാശ് കൊടുത്തിട്ടാണ്, അല്ലാതെ ആരും അവിടെ ഓസിന് വരുന്നതല്ല. അവർ കാശ് കൊടുത്ത് അവരുടെ സർവീസിന് വരുമ്പോൾ അതിനകത്ത് ഇവർക്കിഷ്ടമുള്ള, ഇവരുടെ സ്ഥാപനത്തിന് ഇഷ്ടമുള്ള പാട്ട് കൽപ്പിക്കേണ്ട കാര്യമില്ല, അവർക്കിഷ്ടമുള്ള വാക്യം പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അതൊക്കെ അവരുടെ മേഖലയിലായിക്കോട്ടെ. പക്ഷേ ഈ പൊതുവിൽ വരുന്ന ആൾക്കാർ അവരുടെ ആവശ്യത്തിന് വരുന്നതാണ്. അതുപോലെ ഹൈന്ദവ ഹോസ്പിറ്റലുകളുണ്ട്, അവിടെ അവരുടെ കീർത്തനങ്ങൾ പാടിക്കൊണ്ടിരിക്കുക. ഇസ്ലാമിക ഹോസ്പിറ്റലുകളിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, അവരങ്ങനെ ചെയ്യുമോ എന്ന് എനിക്കറിയത്തില്ല. ചെയ്യുമെങ്കിൽ അത് തെറ്റാണ്. അപ്പൊ ഈ സ്ഥാപനങ്ങൾ, അത് സ്കൂളുകളായിക്കോട്ടെ, ഹോസ്പിറ്റലുകളായിക്കോട്ടെ, ബാറുകളായിക്കോട്ടെ, അത് എന്ത് തന്നെ ആയിക്കോട്ടെ, അവിടെ എന്താവശ്യത്തിനാണ് ജനം വരുന്നത്, അവർക്ക് മറ്റ് ഡിസ്ട്രാക്ഷൻസ് ഇല്ലാതെ സൗണ്ട് പൊല്യൂഷൻ അടക്കം, അല്ലെങ്കിൽ അവരുടെ വിശ്വാസ പൊല്യൂഷൻ അടക്കം അവർക്കുണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് എന്റെ മനസ്സിലാക്കൽ, എന്റെ അഭിപ്രായം. ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ദയവായി കമന്റ് ചെയ്യുക. അപ്പോൾ ഒരാളൊരിടത്ത് വരുന്നത്, അയാൾക്ക് വിശ്വാസം വേണമെങ്കിൽ, അവരുടെ വിശ്വാസം ആവശ്യമാണെങ്കിൽ, ഇപ്പൊ ഒരു ക്രൈസ്തവരുടെ കീഴിലിരിക്കുന്ന ഒരു ഹോസ്പിറ്റലിൽ ഒരു രോഗി വരുന്നു, ആ രോഗിക്ക് നിങ്ങളുടെ സേവനം ആവശ്യമെങ്കിൽ, അവിടുത്തെ പള്ളിയിലച്ചന്റെയോ അവിടുത്തെ മദറിന്റെയോ അവിടുത്തെ പാസ്റ്ററുടെയോ സേവനം ആവശ്യമുണ്ടെങ്കിൽ, let them ask, let them request. അവർ നിങ്ങളോട് ആവശ്യപ്പെടട്ടെ, നിങ്ങൾ അതനുസരിച്ച് ചെയ്യൂ. ഇതൊന്നുമില്ലാതെ നിങ്ങൾ അവരുടെ കാതുകളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുക. അതെന്ത് കാര്യത്തിനാണ്? അത് യുക്തിപരമായ ഒരു കാര്യമല്ല. അത് സമൂഹത്തിൽ മെനകേടുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പൊതുസ്ഥലങ്ങളിൽ, പൊതുവിടങ്ങളിൽ ജനത്തിന് സ്വൈരവികാരം നടത്താനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവണം, അല്ലെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള ഒരു കടന്നുകയറ്റമാണ്. പണ്ട് പ്രൈവറ്റ് ബസ്സുകളിൽ കയറുമ്പോൾ അവരുടെ ഇഷ്ടമുള്ള പാട്ടുകൾ ഇടും. ചിലർ സിനിമാ പാട്ടിടും. സിനിമാ പാട്ട് താല്പര്യമില്ലാത്ത എത്രയോ പേര് വണ്ടിയിൽ കയറുന്നുണ്ട്. അപ്പൊ അവർക്കതൊരു ബുദ്ധിമുട്ടാണ്. ഇനി അമ്പലത്തിന്റെ പാട്ടിടുന്നു, അത് ഇഷ്ടമില്ലാത്ത എത്ര പേര് അതിനകത്ത് ഉണ്ടാവും. ക്രൈസ്തവ പാട്ടിടുന്നു, ഒരു പാട്ട് വിടണ്ടോ. അതിനകത്ത് എല്ലാവർക്കും അത് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ചെയ്തു കൊടുക്കൂ. അല്ലെങ്കിൽ അവരുടെ യാത്ര നിങ്ങൾ ദുസ്സഹമാക്കുകയാണ്, നിങ്ങൾ അവരെ മെനകെടുത്തുകയാണ്. അതുകൊണ്ട് ഇത് കൃത്യമായി നമ്മൾ പാലിക്കപ്പെടേണ്ട കാര്യമാണ്. ഇതുപോലെ തന്നെയാണ് ഈ ഹിജാബിന്റെ ഇടപാടും. ഹിജാബ് എന്ന് പറയുന്നത് നിങ്ങളുടെ വിശ്വാസമാണ് എങ്കിൽ നിങ്ങൾ ഇത് മൂടി വീട്ടിലിരിക്കുക. അത് മൂടി സമൂഹത്തിൽ ഇറങ്ങുന്നത് ആശാസ്യമായൊരു കാര്യമല്ല. ഇവിടെ റോഡിൽ സിഗരറ്റ് സ്മോക്ക് ചെയ്തെന്ന് പറയുന്നത് എന്താ കാര്യം? അത് മറ്റുള്ളവർക്കും കേടുണ്ടാക്കുന്നതാണ്. അതുപോലെ മനുഷ്യന്റെ മുഖം കാണാൻ പോലും കഴിയാത്ത രീതിയിൽ ആരാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്? ഏതെങ്കിലും നൂറ്റാണ്ടിലെ ഏതെങ്കിലും കാടത്ത നിയമങ്ങൾ അപ്രകാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവകൾ റിവൈസ് ചെയ്യപ്പെടണം. അവകളാണ് നമ്മൾ ചോദ്യം ചെയ്യപ്പെടേണ്ടത്. നമ്മൾ തിരിച്ചറിയണം. ഇതിന്റെ നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് തീവ്രവാദമാണ്. തീവ്ര വിശ്വാസം തീവ്രവാദത്തിലേക്ക് മാറും. നിങ്ങൾ അറിയണം, പാലസ്തീനികൾ എന്ന് കിടന്ന് തെക്ക് വടക്ക് തെണ്ടിത്തിരിയുന്നതിന്റെ കാര്യം എന്താണെന്ന് അറിയാവൂ? ആ ജനം അവർക്ക് മിണ്ടാതെ നിന്ന് കൊടുത്തു. ഹമാസിനും താലിബാനും ഹൂതികൾക്കുമൊക്കെ വളരാൻ വേണ്ടി അവർ മിണ്ടാതെ നിന്ന് കൊടുത്തു. തീവ്രവിശ്വാസം എന്ന നിലയിൽ, അവരുടെ വിശ്വാസത്തിന്റെ നിലപാട് ഉറപ്പിക്കുക എന്ന നിലയിൽ, അവരുടെ ഏതോ പ്രവാചകൻ പറഞ്ഞു കൊടുത്തു എന്ന നിലയിൽ അവർ മുഴുവൻ ലോകം വെട്ടിപ്പിടിക്കാൻ വേണ്ടി സായുധ സൗകര്യങ്ങൾ ഒരുക്കി ഇത്ര വലിയ ടണലുകൾ ഇവർ ക്രമീകരിച്ചപ്പോൾ ഈ പാലസ്തീനികൾ മിണ്ടാതിരുന്നു. ഇവർ വിചാരിച്ചില്ല മറ്റു രാജ്യക്കാർ ഇവിടെ വന്ന് മുഴുവൻ ഞരങ്ങുമെന്ന് ഇവർ വിചാരിച്ചില്ല.
മുഴുവൻ തകർത്ത് കളയുമെന്ന് ഇവർ വിചാരിച്ചില്ല. ഇപ്പോഴറിയണം, മുകളിലുണ്ടായിരുന്ന സാധാരണക്കാരുടെ വീടുകൾ മുഴുവൻ കുപ്പക്കൂനകളായി മാറി. ഇപ്പോഴും അതിനടിയിൽ ഈ തീവ്രവാദികൾ ഏറെക്കുറെ നല്ല ശതമാനം പേർ സുരക്ഷിതരാണ്. അപ്പോൾ ഇതിനിപ്പോ യുദ്ധം അവസാനിച്ചു എന്ന് നമ്മൾ കരുതരുത്. ഹോസ്റ്റേജസിനെയൊക്കെ തിരിച്ചു കൊടുത്തു. പക്ഷെ ഒരു ഘട്ടത്തിലും ഈ യുദ്ധം അവസാനിക്കില്ല. ഈ യുദ്ധം ഭീകരമായി ഇവിടെ നിലനിൽക്കും. ഈ യുദ്ധം ലോകത്തിന്റെ നാശം വരെ തുടരുന്നതാണ്. അപ്പോൾ ഇതിന് കാരണക്കാരായി മാറിയവർ ആരാണ്? ഇത് ഏത് വിശ്വാസമാണ്? ഇത് പാലസ്തീനിൽ വളർന്നപ്പോൾ അവർ മിണ്ടാതിരുന്നു കൊടുത്തു. ആ രാജ്യത്തിന് സമാധാനമില്ലെന്നറിയണം. സിറിയയിൽ വളർന്നപ്പോൾ മിണ്ടാതിരുന്നു കൊടുത്തു. ലബനനിൽ വളർന്നപ്പോൾ മിണ്ടാതിരുന്നു കൊടുത്തു. അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ഇറാൻ, ഇറാഖ്, സൗദി അറേബ്യ എല്ലായിടവും നിങ്ങൾ നോക്കൂ. എവിടെങ്കിലും ഈ മതം ഇമാതിരി കയറൂരി വിട്ടിട്ട് രക്ഷപ്പെട്ട ചരിത്രം നിങ്ങൾ കാണുന്നുണ്ടോ? സൗദി അറേബ്യക്ക് ഇതിന്റെ ഭയങ്കര ദൃഷ്ടാന്തമാണ്. സൗദി അറേബ്യ സ്ത്രീകൾക്ക് വാഹനം ഓടിക്കാൻ പോലും അനുവാദം ഇല്ലാതിരുന്ന സ്ഥലമാണെന്നറിയണം. അവിടെ അവർ തിരിച്ച് സമരം ചെയ്ത് ഇവര് പറയുന്ന പുണ്യഗ്രന്ഥങ്ങൾ പറക്കി അഴുക്കുചാലിലെറിഞ്ഞ് ഇന്ന് ആ ജനം സ്ത്രീകളടക്കം വാഹനം ഉപയോഗിക്കാൻ തുടങ്ങുന്ന തലത്തിലേക്ക് വന്നു. ഇവിടെ നമ്മൾ പലയിടത്ത് കണ്ടതാണ്. പെൺകുട്ടി സ്റ്റേജിൽ കയറി ഒരു സമ്മാനം മേടിച്ചതിന് ഇവിടെയുള്ള മിടുക്കന്മാർ വർത്തമാനം പറഞ്ഞ് നമ്മൾ കേട്ടതാണ്. പെൺകുട്ടികൾ ഡാൻസ് കാണിക്കാൻ പാടില്ല, പെൺകുട്ടികൾ പാട്ട് പാടാൻ പാടില്ല, പെൺകുട്ടികൾ തല മൊത്തം കുടത്തുണി വെച്ച് അടിച്ചിട്ട് നടക്കണം. അപ്പോൾ ഇമാതിരിയുള്ള നിയമ സംവിധാനങ്ങൾ ഇവര് തന്നെ ഓരോന്നായി കൊണ്ടുവന്ന് ജനത്തെ നശിപ്പിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വന്നപ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ തുടങ്ങി അവരുടെ മതത്തിൽ നിന്ന് തന്നെയുള്ള ആൾക്കാർ. ഇതിനെ നമ്മൾ ഗൗരവത്തോടു കൂടി കാണണം. സ്കൂളുകൾ പൊതുസ്ഥാപനങ്ങളാണ്. അതിനകത്ത് യൂണിഫോം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ആ യൂണിഫോം നിർബന്ധമായും മതേതര ചുവയോടുകൂടി നടത്താൻ നമുക്ക് കഴിയണം. സ്കൂളുകളിലും ക്രൈസ്തവ സ്കൂളുകളുണ്ട്, ഹൈന്ദവ മാനേജ്മെന്റ് സ്കൂളുകളുണ്ട്, ഇസ്ലാമിക മാനേജ്മെന്റ് സ്കൂളുകളുണ്ട്. ഈ സ്കൂളുകളെല്ലാം മതം പുറത്തു നിൽക്കണം. മതം ഗേറ്റിന് വെളിയിൽ നിൽക്കട്ടെ. സ്കൂളിനകത്ത് എന്തിനാണ് മതം നിങ്ങൾ കയറ്റേണ്ടുന്ന കാര്യം? മതം ഗേറ്റിന് പുറത്തു നിൽക്കട്ടെ. കുട്ടികൾ പഠിക്കട്ടെ. അവരെ നിങ്ങൾ വീട്ടിൽ വെച്ച് മതം പഠിപ്പിക്കൂ, നിങ്ങളുടെ വിശ്വാസം പഠിപ്പിക്കൂ. സ്കൂളിനകത്ത് കുഞ്ഞുങ്ങളെ മാന്യമായി മതങ്ങളില്ലാതെ ജീവിക്കാൻ നിങ്ങൾ അവരെ ശീലിപ്പിക്കൂ. അവരെല്ലാവരെയും തമ്മിൽ സ്നേഹിക്കട്ടെ. ഇത്തരത്തിലൊരു കൃത്യമായ ഒരു വിഘടനം ഉണ്ടാക്കിയിട്ട് സ്കൂളിനകത്ത് കുഞ്ഞിലെ നമ്മൾ ഇവരെ വളർത്തിയാൽ ഇവർക്ക് കൃത്യമായി ഒരു വിഭാഗിക ചിന്താഗതി ഇവരുടെ ഹൃദയത്തിൽ വളർന്നു വരും. അതുകൊണ്ട് അത് വളർന്നു വരാതിരിക്കാൻ അവർ തമ്മിൽ സ്നേഹിക്കട്ടെ, അവർ തമ്മിൽ വർത്തമാനം പറയട്ടെ, അവർ തമ്മിൽ ഇടപഴകട്ടെ. എന്തിനാണ് വസ്ത്രങ്ങൾ കൊണ്ട് അവരെ സെപ്പറേറ്റ് ചെയ്യുന്നത്? അപ്പോൾ ഇത്രയും പരിഷ്കൃതരായി മാറിയ നമ്മൾ എന്തിനാണ് ഇതിന് കൂട്ടുപിടിക്കുന്നത്? അപ്പോൾ ഇവിടെ ഒരു ചോദ്യം ഉയർന്നിരുന്നു. കന്യാസ്ത്രീകൾ അവരുടെ വേഷം ധരിക്കുന്നു, പിന്നെന്തുകൊണ്ടാണ് കുട്ടികൾക്ക് ധരിക്കാൻ പാടില്ലാത്തത്? അതിന് മറുപടി വന്നിരുന്നത് ഇങ്ങനെയാണ്: കുട്ടികൾക്കാണ് യൂണിഫോം ഉള്ളത്, കുട്ടികൾ യൂണിഫോം ധരിച്ചേ പറ്റൂ, അധ്യാപകർക്ക് യൂണിഫോം ഇല്ല. അത് നല്ലൊരു കാര്യമാണ്. എങ്കിൽ പോലും കന്യാസ്ത്രീകൾ അവരിറങ്ങിയിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷകരായിട്ടല്ലേ? യേശുക്രിസ്തുവിന്റെ കാന്തയാകാൻ ഇറങ്ങിയവര് സ്കൂളിൽ പഠിപ്പിക്കേണ്ട കാര്യം എന്താണ്? സ്കൂളിൽ പഠിപ്പിക്കുന്നവർ മറ്റുള്ളവർ പഠിപ്പിക്കട്ടെ. ഇവർക്ക് എന്താണ് പരിപാടി? പള്ളിയിലച്ഛനും സ്കൂളിൽ എന്താണ് പരിപാടി? അതുകൊണ്ട് മതത്തിന്റെ നേതാക്കന്മാർ അവരുടെ മേഖലകളിൽ വിരാജിച്ചാൽ മതി എന്നുള്ളത് തന്നെയാണ് നല്ലത്. അല്ലാതെ കന്യാസ്ത്രീ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയവർക്ക് അധ്യാപന പരിപാടി ഒന്നുമില്ല. അധ്യാപന പരിപാടി ചെയ്ത് സഭയുടെ കാശ് വർദ്ധിപ്പിക്കേണ്ടുന്ന കാര്യമൊന്നും അവർക്കില്ല. സമൂഹത്തിൽ ജോലിയില്ലാത്ത ഒരുപാട് പേരുണ്ട്. അവരിറങ്ങട്ടെ, അവർ അധ്യാപകരായി വർക്ക് ചെയ്യട്ടെ, അവർക്കും കൊടുക്കും ഒരു യൂണിഫോം. അപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിൽ അന്യായം എന്നൊന്നും പറയേണ്ട കാര്യമില്ല. അപ്പോൾ അവിടുത്തെ സിസ്റ്റർമാരെല്ലാവരും അവരുടെ കുപ്പായം ധരിച്ചു നടക്കുന്നു. അവരങ്ങനെ നടക്കത്തുള്ളൂ. അപ്പൊ അവർ പറയുന്നതനുസരിച്ച് മറ്റുള്ളവർ മറ്റു മതവേഷങ്ങൾ ധരിക്കാൻ പാടില്ല എന്നതിനെ ഒന്നും മാന്യമായി കാണുന്നതിൽ അർത്ഥമൊന്നുമില്ല. അധ്യാപകർ വേറെയാണ്, കുട്ടികൾ വേറെയാണ് എന്ന് പറയുന്നതിലും അർത്ഥമില്ല. കുട്ടികൾ എല്ലാവരും യൂണിഫോം ഇടണമെന്ന് പറയുമ്പോൾ അധ്യാപകർ അവരുടെ മതവേഷത്തിൽ വരുന്നതും മാന്യമായ കാര്യമൊന്നുമല്ല. അതിനൊന്നും അങ്ങനെ നമ്മൾ ന്യായീകരിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വളരെ വിനയത്തോടെ, സ്നേഹത്തോടെ, സമൂഹത്തോടായി സംസാരിക്കാനുള്ളത്, നമ്മൾ കാര്യങ്ങൾക്ക് പ്രതികരിക്കണം. പൊതുസ്ഥാപനങ്ങൾ, അത് ചന്തയായിക്കോട്ടെ, പൊതു ബസ്സുകൾ, യാത്രയുടെ സൗകര്യങ്ങളായിക്കോട്ടെ, വാഹനങ്ങളായിക്കോട്ടെ, ഹോസ്പിറ്റലുകളായിക്കോട്ടെ, വിദ്യാലയങ്ങളായിക്കോട്ടെ, കലാലയങ്ങളായിക്കോട്ടെ, ഒരിടത്തും മതത്തിന്റെ അതിപ്രസരത്തിനുള്ള സൗകര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല. ഞാൻ കണ്ടിട്ടുണ്ട് ചില ബസ്സുകളിലൊക്കെ അവർക്ക് ഇഷ്ടമുള്ള ഒരു ഫോട്ടോയും വെച്ച് മാല ഇടുക. അതിന്റെ ആവശ്യം എന്താണ്? അവരുടെ വീട്ടിലിടത്തുന്നേ, എന്തിനാണ് ഇതിലിടേണ്ട കാര്യം? പൊതു ഓഫീസുകൾ, അവിടെ ഇരിക്കുന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ അയാളുടെ തലയ്ക്ക് മുകളിൽ അയാൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഗ്രഹം കൊണ്ടുവെക്കുക, ഫോട്ടോ മാല ഇട്ട് വെക്കുക. അതിന്റെ ആവശ്യം എന്താണ്? സ്ഥാപനങ്ങൾക്കകത്ത്
ഇതുപോലുള്ള എന്താ പറയാ ഓഫീസുകൾക്കകത്ത് ഓരോ മതത്തിന്റെ ചടങ്ങുകൾ നടത്തുക. അതിന്റെ ആവശ്യം എന്താണ്? മതത്തിന്റെ ചടങ്ങുകൾ നിങ്ങളുടെ വീടുകളിൽ നടത്തുക. സ്ഥാപനങ്ങൾക്കകത്ത്, ഓഫീസുകൾക്കകത്ത്, കലാലയങ്ങൾക്കകത്ത്, സ്കൂളുകൾക്കകത്ത്, ഹോസ്പിറ്റലുകൾക്കകത്ത് മതം കൊണ്ടിടിച്ചു കെട്ടിടുന്ന യാതൊരു കാര്യമില്ല. മതത്തിൽ ഒന്നിലും വിശ്വസിക്കാത്ത ആൾക്കാർ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയണം. അവരെ ശല്യം ചെയ്യേണ്ട കാര്യമില്ല. മറ്റുതരം മതങ്ങളിൽ വിശ്വസിക്കുന്നവരുണ്ടെന്ന് അറിയണം. അവരെ ശല്യം ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അവരവർക്ക് അവരവരുടെ മതം പ്രചരിപ്പിക്കാൻ സ്വാതന്ത്ര്യമുണ്ടെങ്കിലും കിട്ടുന്നിടത്തെല്ലാം വാരി വലിച്ചൊട്ടിക്കാനും കിട്ടുന്നിടത്തെല്ലാം നിരത്താനുമുള്ള പെർമിഷൻ കൊടുക്കുന്നത് അപകടമാണ്, തെറ്റാണ്, തിന്മയാണ്. അതുപോലെ ഘോഷയാത്രകൾ ഇവകളെല്ലാം വലിച്ചു വാരിക്കൊണ്ട് റോഡിൽ ചാടേണ്ട കാര്യം എന്താണ്? റോഡുകൾ മനുഷ്യനെ ജീവിക്കാൻ നടക്കാനുള്ളതല്ലേ? അവന്റെ ഗതാഗതത്തിന് വേണ്ടിയല്ലേ കാശ് ചെലവാക്കി, ടാക്സ് ചെലവാക്കി മനുഷ്യൻ റോഡുകൾ ക്രമീകരിച്ചിരിക്കുന്നത്? അവിടെ എന്തിനാണ് എല്ലാവരുടെയും ഘോഷയാത്ര വലിച്ചുകൊണ്ടിറങ്ങുന്നത്? ഇതും അപകടം പിടിച്ചതാണ്. അതുകൊണ്ട് കാര്യങ്ങൾ കൃത്യമായി സാക്ഷര കേരളം എന്ന് പറയുന്ന നമ്മൾ ചെറുക്കാൻ തയ്യാറാകണം, സംസാരിക്കാൻ തയ്യാറാകണം. പൊതുനിരത്തുകൾ ഇവർക്കാർക്കും കൊണ്ടാടാനുള്ളതല്ല. അതിന് ഗ്രൗണ്ടുകൾ എടുക്കുക, അവിടെ മറിയുക. അതിന് ഇതിങ്ങനൊരു അവസരം ഉണ്ടാക്കേണ്ട കാര്യമില്ല. ജനത്തെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല. ജനത്തിന്റെ യാത്ര ക്ലേശപ്പെടുത്തിക്കൊണ്ടും ഒരു ദൈവവും റോഡെ നടക്കണ്ട. അത് ക്രൈസ്തവന്റെതും വേണ്ട, ഹിന്ദുവിന്റെതും വേണ്ട, ഇസ്ലാമിന്റെതും വേണ്ട, ആരുടേതും വേണ്ട. അപ്പോൾ ഇമാതിരി കാര്യങ്ങൾ അടുക്കിലും ചിട്ടയിലും കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. എല്ലാവരും എന്തും വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവണം. അപ്പോൾ തന്നെ പൊതുജനത്തിന് മെനകേടുണ്ടാക്കരുത്. പൊതുജനം കാണുന്നിടത്തെല്ലാം ഓരോന്ന് കെട്ടിപ്പറക്കി വെക്കുക. അതിനുള്ള മെനകേടിന് പൊതുജനം തയ്യാറാകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നാം ഇന്ന് ഹിജാബിന്റെ മുമ്പിൽ തലവണക്കി നിന്നാൽ, എന്തെങ്കിലും ആകട്ടെ എന്ന് കരുതി മിണ്ടാതിരുന്നാൽ, താമസിയാതെ ഇത് ഗാസ പോലെയാകും. പിന്നീട് നമ്മൾ കരഞ്ഞിട്ട് കാര്യമില്ല. പിന്നീട് നമ്മൾ ഇവിടുന്ന് പായം കെട്ടി ഓടുന്നതിൽ കാര്യമില്ല. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ മിണ്ടാതിരുന്നാൽ ഈ സമൂഹം പിശാച് നശിപ്പിക്കും. അതുകൊണ്ട് ഉണരുക, സംസാരിക്കുക, മനുഷ്യരെ പോലെ പെരുമാറുക. നമ്മുടെ വരും തലമുറകൾക്ക് വേണ്ടിയാണ് നമ്മുടെ ഇപ്പോഴത്തെ ശബ്ദമുയർത്തൽ എന്നത് മറക്കരുത്. വരും തലമുറയുടെ സ്വാതന്ത്ര്യം തകർന്നു പോകാതിരിക്കേണ്ടതിന് ഞാനും നിങ്ങളും ശബ്ദമുയർത്തണം. ഞാനും നിങ്ങളും നിലപാടെടുക്കണം. ഉറങ്ങരുത്. ഉറക്കം വരും തലമുറയുടെ കഴുത്തിൽ വെക്കുന്ന വാളാണ്. അതിന് ഉത്തരവാദികൾ ഞാനും നിങ്ങളും ആകാതിരിക്കേണ്ടതിന് ശബ്ദമുയർത്തുക, തിന്മയ്ക്കെതിരെ പോരാടുക. മേ ഗോഡ് ബ്ലസ് ഈച്ച് ആൻഡ് എവരിബഡി.